പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. നല്ല ദിവസം ദൈവം നമുക്ക് തന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ തന്നെ ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അങ്ങനെ ഇബ്താഖ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും അധിപതിയുമാക്കി. ഇബ്താഖ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത. നമ്മൾ ചിന്തിക്കുന്ന വചനം, ഇബ്താഖ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വിജയപരാജയങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. അങ്ങനെ നിറയപ്പെട്ടൊരു ജീവിതമാണ് ഇബ്താഖിന്റെ ജീവിതം. ഹല്ലേലൂയ. ഇബ്താഖിന്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ നമുക്ക് ഇതിന്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് പുസ്തകം 11-ാമത്തെ ആരംഭത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ ഭാഗത്തിലേക്കും കടന്നു പോകുന്നില്ല, നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. അപ്പം വിജയപരാജയങ്ങളെല്ലാം മനുഷ്യനുള്ളതായതുകൊണ്ടും ദൈവം എപ്പോഴാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത് എന്ന മനുഷ്യ ചിന്തയ്ക്ക് ഒതുങ്ങാത്തതായതുകൊണ്ടും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ അത് ദൈവം തന്റെ സമയത്ത് നിറവേറും. ഇബ്താഖിൽ കൂടെ നിറവേറിയതുപോലെ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ഇബ്താഖിനെ കുറിച്ച് പറയുമ്പോൾ അവനൊരു വേശ്യാപുത്രനായിരുന്നു എന്നുള്ളതാണ്. ഇബ്താഖിന്റെ ജനകനും ഗിലെയാദായിരുന്നു. ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഖിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു അവന്റെ ഭവനത്തിൽ നിന്ന്. അങ്ങനെ മാനസികമായി ഒരുപാട് തകർച്ചയുടെ വക്കിലൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളാണ് സഹോദരന്മാർ തന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്തുനിന്ന് യഹോവയായ ദൈവം ഇബ്താഖിനെ ഇസ്രായേലിന്റെ ന്യായാധിപനായി നിയമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, നിങ്ങൾക്ക് താഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു വിജയമുണ്ട്. ദൈവം നിങ്ങളെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. പ്രൈസ്. കർത്താവ് നിങ്ങളെ നല്ല പുകഴ്ചയിലേക്കും മഹത്വത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. കീർത്തിയും പ്രശംസയും ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ എവിടെയെല്ലാം നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് നല്ല കീർത്തിയും പ്രശംസയൊക്കെ തന്നാൽ നിങ്ങളെ മറ്റുള്ളവർ പ്രശംസിക്കത്തക്ക നിലയിൽ ദൈവത്തിന് നിന്നെ പണിതെടുക്കാൻ കഴിയും. പ്രൈസ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്, നിന്ന വാക്കുകൾ കേട്ട്, പരിഹാസ വാക്കുകൾ കേട്ട് നാം നിന്ദിക്കപ്പെട്ടു പോകരുത്, പരിഹസിക്കപ്പെട്ടു പോകും, സ്വയം നമ്മൾ അതമ്പതിച്ചു പോകരുത്. എവിടെ നിന്നും നമുക്ക് ഉയരുവാൻ കഴിയും. ദൈവം നമ്മെ ഉയർത്തും. കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന്, ശോധനകളുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ കൈപിടിച്ചുയർന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം എന്ന് ഉറച്ചുള്ള ആ ഉറപ്പോടെ, വിശ്വാസത്തോടെ നാം യാത്ര ചെയ്താൽ നമ്മൾ എങ്ങും പതറിപ്പോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നല്ല പുകഴ്ചയും കീർത്തിയും ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. താൻ ഉണ്ടാക്കിയ സകല ഹല്ലേലൂയ ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമായ സ്ഥാനമാനങ്ങൾ തന്ന ദൈവം കൽപ്പിച്ചതുപോലെ ഹല്ലേലൂയ നിന്നെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഇബ്താഖിനെ ഉയർത്തിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഇബ്താഖിന്റെ സഹോദരന്മാർ ഉണ്ടായിരുന്നിട്ടും അവരെ ആരെയും ദൈവം ഇസ്രായേലിന്റെ ന്യായാധിപതിയായി നിയമിക്കാതെ ഇവനൊരു വേശ്യാപുത്രൻ എന്ന് പറയുന്നുവെങ്കിലും ദൈവം അവരെ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മൾ എത്ര മാത്രം നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മുടെ പുകഴ്ച കണ്ടിട്ടോ, നമ്മുടെ കീർത്തി കണ്ടിട്ടോ, നമ്മുടെ പ്രശസ്തി കണ്ടിട്ടോ, നമ്മുടെ ധനവോ മാനവും നമ്മുടെ പാരമ്പര്യവും കുടുംബമഹിമയോ ഒന്നും കണ്ടിട്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് എന്നെ നിങ്ങളെ ആവശ്യമായതുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അത് നമ്മുടെ അനുവാദം കൂടാതെ അവന്റെ പരമാധികാരത്തിൽ. പ്രൈസ്.
മറ്റുള്ളവർ ലജ്ജിച്ചു പോകത്തക്ക നിലയിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും എന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് നമ്മൾ പഠിച്ചാൽ അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കണമെന്നും. ഹല്ലേലൂയ. ദൈവം പറയാം നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ആയിരിക്കണമെന്ന്. ഹല്ലേലൂയ പറയാ. അപ്പൊ നാം നമ്മുടെ ദൈവത്തിന് വിശുദ്ധ ജനമായി ഇരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വിശുദ്ധ ജനമായിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ആലോചനകൾ തരും, നിയോഗങ്ങൾ തരും. നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം, ഏത് വഴിയിലൂടെ യാത്ര ചെയ്യണം എന്നൊക്കെ ഉള്ളത് ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്ക് മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതനാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കണമെന്നും ഇന്നു നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു എന്ന് മോശയോടുള്ള ബന്ധത്തിൽ ദൈവം അരുളി ചെയ്യുന്നത് കാണാൻ കഴിയും. ദൈവവചനം മോശയ്ക്കോ ഇബ്രാഹിമിനോ വേണ്ടി മാത്രമുള്ളതല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മോട് അരുളി ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ കരങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലേ? ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഹല്ലേലൂയ നാം എത്രമാത്രം ദൈവത്തിന് കീഴ്പ്പെടണം. മാത്രമല്ല ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇബ്താഹ് എന്ന ആ മനുഷ്യനെ അവനൊരു അന്യസ്ത്രീയായ ഒരു വേശ്യയുടെ മകൻ, സമുദായം അവനെ താഴ്ത്തി ചവിട്ടി പരിഹസിച്ചു. തന്നെ പ്രസവിച്ച പിതാവിന് വേറൊരു കുടുംബം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ മറ്റേ മക്കൾ വേശ്യയുടെ മകനായി ഇബ്താഹിനെ വെറുത്തു. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് കഷ്ടതയിലൂടെ, പരിഹാസത്തിലൂടെ, നിന്ദയിലൂടെ ഇബ്താഹ് കടന്നു പോകേണ്ടി വന്നു. അപ്പൊ ഇവിടെ ദൈവം നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ല എന്ന് പറഞ്ഞ് അവനെ അവന്റെ വീട്ടിൽ നിന്ന് വരെ നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ നമ്മളൊന്നും ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഇബ്താഹ് കടന്നുപോയ സാഹചര്യം നമ്മൾ കടന്നു പോയിട്ടില്ല. ഇബ്താഹ് കടന്നുപോയ സാഹചര്യത്തിലൂടെ ഈ തലമുറ കടന്നു പോയിരുന്നെങ്കിൽ നമ്മളാരും ദൈവത്തിന് ഉറച്ചു നിൽക്കത്തില്ല. പക്ഷെ ഇതൊരു നമുക്ക് പാഠമായിട്ട് തന്നിരിക്കുക. ഇത് നമുക്കൊരു ഒരു മാതൃകയാണ്. ദൈവം ഉപയോഗിച്ച ഭക്തന്മാരെ കുറിച്ച് നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം ക്രമീകരിക്കണം, നാം ദൈവമായിട്ട് എത്രമാത്രം അടുത്തിരിക്കണം, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്, ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. രക്തജയം. പ്രൈസ് ദി ലോർഡ്. നാം ഒരിക്കലും ദൈവത്തിനെ മറുതലിക്കരുത്. ഏത് സമയത്താണ് ഉയർച്ച വരുന്നതെന്ന് നമുക്കറിയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഏത് സമയത്താണ് നിന്റെ ഉയർച്ച വരുന്നത്, നിന്റെ നന്മ വരുന്നത്, ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ശ്രമിക്കുന്നത് നീ അറിയാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധി നിന്നെ സ്വയം താഴ്ത്തി അവിടെ ഇരിക്കണം. ഇബ്താഹ് അനുഭവിച്ചതുപോലെ ഒരുപാട് നിന്ദകൾ നിനക്ക് വന്നേക്കാം, അപമാനങ്ങൾ വന്നേക്കാം, നിന്നെ ഒരുപാട് പേര് പരിഹസിച്ചേക്കാം. ഇബ്താഹിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇബ്താഹിന്റെ പിതാവ് ഗിലെയാദ്, അവന് വേറെ ഭാര്യയും ഒക്കെ ഉള്ള കുടുംബം ഉള്ളത് കൊണ്ട്, ഇവനൊരു അന്യസ്ത്രീയുടെ മകനായി ജനിച്ചത് കൊണ്ട് അവന് വീട്ടിൽ സ്ഥാനമില്ല. അതുകൊണ്ടാണ് അവനെ ഇറക്കി വിട്ടത്. വേദനയോടെ, ഹൃദയവേദനയുടെ സങ്കടത്തോടെ വീട് വിട്ട് ഇറങ്ങി പോകേണ്ടി വന്നെങ്കിലും ഇബ്താഹിനെ ദൈവം മറന്നു കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇബ്താഹിന്റെ ഹൃദയത്തിൽ ദൈവഭക്തി ഉണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തിൽ ദൈവഭക്തി ഉണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവന്റെ ഹൃദയത്തിൽ ദൈവഭക്തി ഉണ്ടാകിയാൽ ഇബ്താഹ് മിസ്പ എന്ന സ്ഥലത്തേക്ക് പോയി കണ്ണുനീരോടുകൂടി തന്റെ കാര്യമെല്ലാം കർത്താവിനെ അറിയിക്കുകയാണ്. കണ്ണുനീരോട് താൻ അനുഭവിച്ച വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളെല്ലാം മിസ്പയിൽ വെച്ച് ദൈവസന്നിധിയില് പ്രസ്താവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മിസ്പ എന്ന പദത്തിന് കാവൽ ഗോപുരം എന്നർത്ഥം. ഹല്ലേലൂയ. എന്നെ കാണുന്നവർ കാവൽ ഗോപുരം പോലെ എന്നെ കാക്കുന്നു എന്നാണ് അതിന്റെ വ്യാഖ്യാനം തന്നെ.
അപ്പൊ മിസ്പയിൽ വെച്ച് ഇബ്താഹ് തന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ മുഴുവൻ യഹോവയുടെ സന്നിധിയിൽ പങ്കുവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് ദൈവത്തിന് പ്രസാദമായി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പ്രൈസലോ. അതെ, നീ ദൈവത്തിനെ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇബ്താഹിന്റെ മേൽ വന്നതുപോലെ ഒരു ആത്മാവിനെ, പരിശുദ്ധാത്മാവിന്റെ ദൈവം നിന്റെ മേൽ അയക്കും. നമ്മൾ ഒരുപാട് നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോഴാണ് മാറിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസലോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു കൂട്ടം ജനം എന്നെ എപ്പോഴും പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. ഞാൻ അതിനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്തതായിട്ട് ഓർമ്മയില്ല. ഞാൻ കഴിവതും എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിലെത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഈ ലോകത്തിലെ വസ്തുവകളെല്ലാം കാത്തു സൂക്ഷിച്ച് ഇവിടെ തന്നെ ജീവിച്ച് കർത്താവ് വന്നു പോയി കഴിയും മറ്റുള്ള സമ്പത്തുകളെല്ലാം കാത്തുകൊണ്ട് ഇവിടെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നും അല്ല ഞാൻ. എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എന്നെ പാപത്തിന്റെ നടുവിൽ നിന്ന്, ശാപത്തിന്റെ നടുവിൽ നിന്ന്, അകൃത്യങ്ങൾ എന്നെ വിളിച്ച് വേർതിരിച്ച് നിത്യത എനിക്ക് വെളിപ്പെടുത്തി തന്ന, സ്വർഗരാജ്യം വെളിപ്പെടുത്തി തന്ന, നിത്യജീവൻ എന്നിൽ പകർന്ന, എനിക്ക് മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും എന്നെ വെളിപ്പെടുത്തി എന്നെ ബോധ്യമാക്കി തന്ന കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് ആ നിത്യതയിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ എന്തിനേറെ കൂടെ ശുശ്രൂഷിക്കുന്ന സഹപ്രവർത്തകരാൽ പോലും നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ, അതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയും കാരണം എന്താണ് അല്ലേ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, ജനമെല്ലാം സ്തോത്രം, സ്തേവാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്തേവാനോസ് ആ മരണസമയത്ത് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, കർത്താവ് ഈ പാപം ഇവർക്ക് കണക്കെടുക്കരുത്. ഞാനിപ്പോഴും ഇവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇവരെന്നെ നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് കർത്താവ് ഈ പാപം ഇവർക്ക് കണക്കെടുക്കരുത് എന്ന്. സ്തോത്രം. നമ്മൾ തിരിച്ചു പറയാൻ പോയാലാണ് നമുക്കത് പ്രശ്നമാകുന്നത്. അവർ പറയട്ടെ അല്ലേ, അവർ പറയട്ടെ. പക്ഷെ ഈ ഇബ്താഹും മിസ്പയിൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇബ്താഹിന്റെ കാര്യം ദൈവസന്നിധി പ്രസ്താവിച്ചതുപോലെ ഞാൻ ദൈവസന്നിധി ചേർന്ന് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ദൈവസന്നിധി പ്രസ്താവിക്കും, ദൈവസന്നിധി പറഞ്ഞ് പ്രാർത്ഥിക്കും. അതെന്റെ മനസ്സിനൊരു ആശ്വാസമാണ്. അതേപോലെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, ഒരുപാട് നിന്ദകൾ നിങ്ങൾ ഏൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നീ ഭാരപ്പെട്ടു പോകരുത്. നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സങ്കടം കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. അപ്പൊ ഇവിടെ തന്റെ കാര്യങ്ങളെല്ലാം ഹൃദയം തുറന്ന് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ ഇബ്താഹ് പ്രസ്താവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് അവർ കൃപ ലഭിച്ചു എന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് മനുഷ്യനാലുള്ള പുകഴ്ചയും പ്രശംസയൊന്നും അല്ല വേണ്ടത്, ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് കൃപയാണ് ആവശ്യം. ദൈവം നമ്മോട് കൃപ ചെയ്യുമ്പോഴും, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴും അവന്റെ ദയ, അവന്റെ മനസ്സിലും നമ്മുടെ മേൽ വരുന്നവരെയും നമ്മൾ ആ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസോ. അതിന് നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ നമുക്ക് നേരെ ഒരു കൂട്ടം ജനം ആക്രോശത്തോടുകൂടി കടന്നു വന്ന് നീ ചെയ്യാത്തതും പറയാത്തതും പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രൈസോ, നമ്മൾ അവർക്കെതിരെ ഒരു യുദ്ധത്തിന് നിൽക്കാതെ, പ്രതികാര നടപടിക്ക് നിൽക്കാതെ ഇബ്താഹിനെ പോലെ മാറിയിരുന്ന നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പ്രസ്താവിച്ചാൽ നിന്റെ ശത്രുവിനോട് ദൈവം ചോദിച്ചോളൂ. പ്രൈസോ. ഇവിടെ പറയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്, പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ വളരെ സങ്കടം തോന്നും. അങ്ങനെ ഒരു സാഹചര്യം കടന്നുപോയി. ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ച് താമസിയാതെ മറുപടി ആ കുടുംബം അനുഭവിച്ചിട്ടുണ്ട്. അല്ലേലിയ. ആ വ്യക്തി ഇന്ന് ഉലകത്തിലില്ല. പ്രൈസോ. നമ്മൾ സന്തോഷിക്കുമെന്നല്ല, പക്ഷെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം കൂടാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. അല്ലേരി. ഇനി നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ നമുക്കെന്ത് അവകാശം? നീ നീതിമാനൊന്നും അല്ലല്ലോ, നീതിമാനായവനോ നീതിമാനായവളോ ഒന്നും അല്ലല്ലോ. നിന്റെ മേൽ എത്രമാത്രം കുറ്റം കിടക്കുകയാണ് നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. നിന്നെക്കുറിച്ച് എന്തുമാത്രം അപവാദം പുറത്തുള്ള ജനം പറയുമ്പോഴാണ് നീ മറ്റൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞ് വിശുദ്ധനാകാൻ ശ്രമിക്കുന്നത്. യഹൂദന്മാരും പരിശന്മാരും വലിയൊരു കൂട്ടം ജനം വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ യേശുവിന് മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, യോഹന്നാൻ 8 ഗുരു, ഇവളെ ഞങ്ങൾ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചതാ. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പ്രമാണമുണ്ട്.
നീ എന്ത് പറയുന്നു? പ്രൈസോ, നമ്മുടെ കർത്താവ് അത് കേട്ട് നിലത്ത് വിരൽ കൊണ്ട് കുനിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുക. അവരുടെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ യേശു നിവർന്ന നോക്കിയപ്പോ ഹല്ലേലൂയ, ആബാലവൃത്തം കുഞ്ഞുങ്ങളടക്കം എല്ലാം കല്ലും കൊണ്ട് നിൽക്കുക ഇവിടെ എറിയാൻ. യേശു പറഞ്ഞു, നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. അവരെല്ലാവരും വന്നതുപോലെ മടങ്ങിപ്പോയി. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മേൽ ആയിരക്കണക്കിന് കുറ്റം കിടക്കുമ്പോഴാണ് നീ മറ്റൊരാൾക്ക് നേരെ വില ചൂണ്ടുന്നത്, മറ്റൊരാളെ നീ അപവാദം പറയുന്നത്. നീ അത് എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് നീ ഗുണം പിടിക്കത്തുള്ളൂ കേട്ടോ. ഈശ്വരം, നമ്മളാരും കുറ്റം പറയാൻ നിൽക്കണ്ട, ഇല്ലേ? നമ്മളാരെയും വിധിക്കാനും നിൽക്കണ്ട. ദൈവം വിധിച്ചോളൂന്നേ. അല്ലേ? ആരെയും നമ്മൾ തള്ളിക്കളയാനും നിൽക്കണ്ട. നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അല്ലേ? അത് ഇത്താഹ് തന്റെ ആവശ്യങ്ങൾ, തന്റെ കാര്യങ്ങളെല്ലാം ദൈവസനെ പ്രസ്താവിച്ചപ്പോൾ ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് അവന് കൃപ ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇത്താഹിനെ വാലല്ല തല തന്നെ ആക്കി. ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ എന്ന് ദൈവം പറഞ്ഞ വാക്കുകൾ എത്ര യാഥാർത്ഥ്യമായി. അവന്റെ ഹൃദയത്തിൽ ദൈവം ഉണർവയച്ചു. ഇത്താഹിന്റെ ഹൃദയത്തിൽ ദൈവം വലിയൊരു ഉണർവയച്ചു. ആ സമയത്തിൽ അമോനിയർ യുദ്ധത്തിനായി വന്നു. ആ സമയങ്ങളിൽ അമോനിയർ യുദ്ധത്തിനായി വന്നു. ഹല്ലേലൂയ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇസ്രായേലിലെ മൂപ്പന്മാർ ഹല്ലേലൂയ ഭാരപ്പെട്ടു. ആ സമയത്താണ് വേശ്യാപുത്രനാണെന്നും പറഞ്ഞ് വീട്ടിൽ നടിച്ചിറക്കി വിട്ട ഇത്താഹിനെ വിളിച്ചുകൊണ്ട് വന്ന്, നീ ഞങ്ങളോട് കൂടി വന്ന് അമോനിയർക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളുടെ ഹല്ലേലൂയ തലവനും സേനാധിപതിയുമായി ഇരിക്കുക എന്ന് ഇത്താഹിനോട് പറയുന്നത്. ന്യായാധിപന്മാരുടെ ദിവസം 11 ഹല്ലേലൂയ 6, 7, 8 വാക്യം വായിച്ചാണ്. കണ്ടോ, ദൈവം ഒരുവനെ ഉയർത്തിയാൽ അമോര്യരെല്ലാം കൂടെ ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇത്താഹിന്റെ ഹല്ലേലൂയ സഹോദരന്മാർക്കും ഇസ്രായേലിനും അമോര്യരുടെ എതിർത്ത് നിൽപ്പാൻ കഴിയത്തില്ല. അവർ പരാജിതരായി മാറും. ആ സമയത്ത് ഇത്താഹിനെ അവർക്ക് ആവശ്യം. ആളയച്ച് വിളിപ്പിച്ച്, നീ വന്ന് ഞങ്ങൾക്ക് സേനാധിപതി തലവനുമായി ഇരിക്കണം. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കി, ഇത്താഹിനെ ദൈവം വാരിച്ച വിധങ്ങളെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച ദൈവം നിന്നെ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തും. പ്രൈസോ. എത്രമാത്രം നിന്ദകൾ വന്നാലും, അപമാനങ്ങൾ വന്നാലും, പരിഹാസങ്ങൾ വന്നാലും നീ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിന്നെ മാനിക്കും കേട്ടോ. അല്ലേ? സ്വന്തം സഹോദരങ്ങളാൽ നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട അല്ലെ ഇത്താഹിനെ ഹല്ലേലൂയ കർത്താവ് നോട്ടിനിടയിൽ നോട്ടി നേരത്തിനുള്ളിൽ ഉയർത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ കുടുംബക്കാരാൽ നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട് നിങ്ങളും വീട് വിട്ട് ഇറങ്ങേണ്ട സാഹചര്യം വന്നേക്കാം. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിയേക്കാം. പടിയടച്ച് പിണ്ഡം വെച്ചു എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പേരിൽ നീ ഒരുപാട് അപമാനം, ഈ കറുത്ത വേദപുസ്തകം എടുത്തുകൊണ്ട് നിന്നകൾ, പാരമ്പര്യത്തിന് നീ ദോഷം വരുത്തി, ഞങ്ങളുടെ കുടുംബത്തിന് ദോഷം വരുത്തി, അപമാനം വരുത്തി, നീ പിഴച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ടുണ്ട്. പ്രൈസ്. അങ്ങനെയുള്ളവരോട് പറയട്ടെ, അങ്ങനെയുള്ളവരോട് പറയുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ഇത്താഹിനെ മാനിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ സ്വന്തം കുടുംബത്തിൽ നിന്ന് നിന്ന അപമാനങ്ങളും പരിഹാസങ്ങളും വന്ന് ഒന്നുമില്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വന്നാലും ഹല്ലേലൂയ, സ്തോത്രം, നൊടിനിടയിൽ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് വേദപുസ്തകം വായിക്കാൻ കാണാൻ കഴിയും. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂഖണ്ഡത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ. ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തി, അഗതിയെ കുപ്പയിൽ ഉയർത്തി, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന, ഹല്ലേലൂയ,
മഹിമാസനം അവകാശമായി തരുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പരാജിതനാണെന്ന് പറഞ്ഞു മാറിയിരിക്കാതെ, ദുഃഖത്തിന്റെ കരുതലിലൂടെ നീ കടന്നു പോകാതെ, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരാവേ, ആമ ഇബ്താഹും വിസ്പയിൽ ചെന്ന് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തിന് പ്രസ്താവിച്ചതുപോലെ നീ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചെതറിപ്പോകുന്നു എന്ന് സങ്കീർത്തനം 68:1 നമ്മൾ വായിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ അടപടലം ചെതറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവനെത്ര കൊമ്പുള്ളവനായിരുന്നു, കൊമ്പ് അവൻ ഉയർന്നു നിൽക്കുന്നവനായിരുന്നാലും, അവൻ എല്ലാ പടയും സന്നാഹങ്ങളോടെ നിനക്കെതിരെ വന്നാലും, ഇബ്താഹിനെ പോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ശത്രുക്കളെ ചിതറിപ്പോൻ കർത്താവിന് കഴിയും. ആവർത്തന പുസ്തകം 28-7 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ ഒരു വഴിയായി വന്ന് നിന്റെ ശത്രു ഒരു വഴിയായി വന്നിട്ട് 7 വഴിയായി ചിതറിപ്പോകും, ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അതെ, നീ പ്രാർത്ഥിച്ചാൽ മതി, ശത്രു ചിതറി ഓടുവാൻ കഴിയുന്ന നിലയിൽ ദൈവം നിന്റെ കൺമുമ്പിൽ അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് മനം കലങ്ങി കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന മാതാവേ, പിതാവേ, അപമാനങ്ങളേറ്റ് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ട് എന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയോ എന്നോർത്ത് മനസ്സുകൊണ്ട് ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിച്ചുയർത്തും കേട്ടോ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 2-30 അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇബ്താഹ് ദൈവത്തെ മാനിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്താഹിനെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ദൈവത്തെ നല്ലവനെ രുചിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഞാനതുകൊണ്ട് പറഞ്ഞു, എന്തെല്ലാം വന്നാൽ ലോകം മുഴുവൻ ഇങ്ങോട്ട് ഇളകി വന്നാലും നീ അത് കണ്ട് ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. എവറസ്റ്റ് കൊടുമുടി ഇടിഞ്ഞു വന്ന് നിന്റെ തലയിലേക്ക് വീഴുമെന്ന് നിനക്ക് തോന്നിയാൽ പോലും അതിനെ ഭയപ്പെട്ട് നീ ഓടരുത് കേട്ടോ. അതിനെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ അടിയിലേക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ ഇബ്താഹിനെ മാനിച്ചുയർത്തിയ, ഇബ്താഹിനെ വാലല്ല തലയാക്കിയ ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്ത് പർവ്വതം നിനക്ക് നേരെ വന്നാലും നീ തകർന്നു പോകുകയില്ല. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരുവെന്ന്. ആലയം പണി തുടങ്ങി. ആലയം പണിക്ക് തടസ്സമായി സെരുബാബേലിന്റെ മുമ്പിൽ വലിയ പ്രതിസന്ധികൾ നിൽക്കുക. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാത്ത മഹാപർവ്വതം പോലെ ചില പ്രശ്നങ്ങൾ നിൽക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നടുവില് ദൈവവചനം പറയുന്നത്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ പർവ്വതമേ നീ സമഭൂമിയായി തീരും. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഉടയ്ക്കേണ്ടതിനെ ഉടച്ചു കളയും, ദൈവം നീക്കേണ്ടതിനെ നീക്കിക്കളയും. നിനക്കെതിരെ നിൽക്കുന്ന ശത്രു പ്രബലനായിരുന്നാലും ദൈവം നീക്കേണ്ടതിനെ നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ 40 രാവും പകലും നിന്ന് വെല്ലുവിളിച്ച മലനായ ഫിലിസ്ത്യൻ, മലനായ ഗോലിയാത്ത്, ശൗലിന്റെ അനുയായികൾക്കും നേരിട്ട് അടുക്കുവാൻ കഴിയില്ല. ഇസ്രായേലിനെ ഒന്നടങ്കം അമല്യം ഭാരപ്പെട്ട് നിൽക്കുക. ഏത് സമയത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായ ഇസ്രായേലിൽ നിന്ന് വലിയൊരു കൂട്ടം ജനം പട്ടുപോകും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിന് യുദ്ധമറിയാത്ത, യുദ്ധം ചെയ്തിട്ടില്ലാത്ത, യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത, യുദ്ധത്തിനുള്ള പടച്ചട്ടകൾ അണിഞ്ഞിട്ടില്ലാത്ത, യുദ്ധായുധങ്ങൾ എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത ദാവീദിനെ ദൈവം ഉയർത്തിയത്. ദാവീദ് എന്താണ് ചെയ്തത്? തോട്ടിൽ കിടന്ന 5 മിനുസമുള്ള കല്ല് തന്റെ കവണയിൽ പിറക്കി, അതിലൊരു കല്ല് കവണയിലിട്ട് ചുഴറ്റി എറിഞ്ഞപ്പോൾ 40 നാളുകൾ രാവും പകലും വെല്ലുവിളിച്ച ഗോലിയാത്തിനെ തിരിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ അവിടെ വീണു.
ദാവീദ് ഓടിച്ചെന്ന് അവന്റെ വാളെടുത്ത് തലവെട്ടി നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അതെ, ദൈവം ഒരുവനെ മാനിച്ചാൽ അമോര്യരെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്നത് പറഞ്ഞപ്പോൾ ആമി സ്വോത്രം ഇഫ്താഹിന്റെ സഹോദരന്മാർക്ക് അവരെ ജയിപ്പാൻ കഴിയും, ഇസ്രായേലിലുള്ള മൂപ്പന്മാർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? വേശ്യാപുത്രനായിരിക്കുന്ന ഇഫ്താഹിനെ അന്വേഷിച്ച് അവനെ വിളിച്ച് അവനെ സേനാധിപതി തലവനുമാക്കി അമോര്യരോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ ജയിപ്പാൻ കഴിയുന്നതിനെ ദൈവം ഇഫ്താഹിനെ മാനിച്ചു. ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യലൂടെ ഫിലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ച് ഇസ്രായേലിനെ രക്ഷവരുത്തേക്ക്. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഉയർത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. നീ ഭാരപ്പെട്ടു പോകരുത്, മനം കലങ്ങി പോകരുത്. നിനക്ക് വെല്ലുവിളികളുണ്ട്. സ്തോത്രം. നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ ശത്രു പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതിനെയൊന്നും കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. സ്തോത്രം. പ്രേസണം. ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയണം. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനമാണെന്ന് തോന്നി 28-ാം വാക്യത്തിൽ ഇത് തിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. 18-ാം സങ്കീർത്തനം 28-ാം വായിക്കണം കേട്ടോ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടിക്കിടക്കും. ഇതൊരു ഉറപ്പാണ്, ഒരു വിശ്വാസമാണ്. ശങ്കൂറ്റത്തോടു കൂടി നിനക്കും പറയുവാൻ കഴിയും. അല്ലെങ്കിൽ എന്തിനാ ഞാൻ പടക്കൂട്ടത്തെ പാഞ്ഞു. ഇഫ്താഹിന്റെ ജീവിതം ദാവീദിന്റെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹോവയായി ദൈവത്താൽ പടക്കൂട്ടത്തിനെ പാഞ്ഞു ചെന്ന് ആ ശത്രു സൈന്യത്തെ വകവരുത്തി സാജനത്തെ അമോര്യരുടെ കയ്യിൽ നിന്നും വിടിവിക്കുവാൻ ഇഫ്താഹിന് കഴിഞ്ഞെങ്കിൽ, ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്ന് സാജനത്തെ വിടിവിക്കും ദാവീദിന് കഴിഞ്ഞെങ്കിൽ, പ്രൈസലോ, നിനക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന ശത്രു സൈന്യത്തിന് മുമ്പിൽ നിന്നെ വിടിവിക്കുവാൻ ദൈവം നിന്റെ മേൽ അഭിഷേകം തോന്നി. അതുകൊണ്ട് ഇഫ്താഹും ഇസ്രയേൽ വെച്ച് യഹോവയുടെ സന്നിധി തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇഫ്താഹിന് ദൈവത്തിന്റെ കരുണാകൃപ വന്നതുപോലെ നീ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തോട് ചേർന്നുള്ള വാസമായി ഏറ്റവും നല്ലത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ദൈവവുമായി ബന്ധമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിജയസാധ്യതയുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഇഫ്താഹിനെ വാലാക്കാതെ തലയാക്കിയ ദൈവം തന്റെ ആത്മാവിനെ ഇഫ്താഹിന്മേൽ പകർന്നു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29-ാം വാക്യം വായിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു, അവൻ ഗിലെയാദിലും മനശ്ശെയിലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പയിലെത്തി. ഗിലെയാദിലെ മിസ്പയിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു. ഇഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു, പറഞ്ഞത്: നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാവും എന്നൊരു നേർച്ച. അങ്ങനെ ഹല്ലേലൂയ, ഇഫ്താഹ് അമ്മോന്യരെ ജയിച്ചു വരുന്നപ്പോൾ തന്റെ വീട്ടുവാതിക്കൽ തന്നെ എതിരേറ്റ തന്റെ മകളാണ് കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ വാക്കിന് മാറ്റം വരുത്താതെ തന്റെ മകളെ ഹല്ലേലൂയ ദൈവസന്നിധി താൻ കൽപ്പിച്ചതുപോലെ ആ വഴിപാട് നേർച്ചയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്തെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നമ്മെ വിടിവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ തുടർന്ന ഭാഗം വായിച്ചാൽ ഇഫ്താഹിന്റെ വിശ്വാസവും അവനിൽ കൂടെ ദൈവം പ്രവർത്തിച്ചതും പിന്നീട് അവന്റെ മകളിൽ ദൈവം ഒരു വിടുതലയച്ചതും പ്രൈസലോ നമുക്ക് കാണാൻ കഴിയും. വ്യക്തം ചെയ്യും. എല്ലാ ഭാഗത്തേക്കും കടന്നു പോകാൻ കഴിയില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രൈസലോ, നിനക്ക് ഒരുപാട് പ്രതിസന്ധിയുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിനെ തരണം ചെയ്തെങ്കിലേ നിന്റെ ആത്മീയ ജീവിതത്തെ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പ്രൈസലോ, നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം ഒരുപാട് നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും, പരിഹസിക്കപ്പെടും. പ്രൈസലോ, ഹല്ലേലൂയ. ആ നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ അടിപതറി പോകരുത്. പ്രൈസലോ, അവിടെ നമ്മളുടെ കാലുകൾ വഴുതി പോകരുത്. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ലെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശത്രു സൈന്യം നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കാൽ വഴുതുവാതെ
നിന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ നിന്നെ കാവൽ ചെയ്യുവാൻ ദൂതന്മാരെ അയക്കുന്ന ദൈവമുണ്ട്. നിന്റെ കാലുകളെ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് വിധത്തിൽ നോക്കിയാലും ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറുന്നതാണ്. അത് നിനക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഏറെ ഉണ്ടാകാം. പ്രതികൂലങ്ങളുടെ നടുവിൽ നീ യാത്ര ചെയ്തേക്കാം. അവിടെയൊന്നും നീ പതറിപ്പോകരുത്. വിശ്വാസത്തിന്റെ ഉറച്ച ബലത്തിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിൽ അടിപതറിപ്പോകാതെ, ഇളക്കം തട്ടാതെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുന്നുള്ള ദൃഢവിശ്വാസത്തോടെ നിന്റെ ആത്മീയ ജീവിതത്തെ നീ മുന്നോട്ട് നയിക്കണം. കമന്റുകൾ പറയുന്നവർ പറയട്ടെ, വെല്ലുവിളിക്കുന്നവർ വെല്ലുവിളിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവേ, അതിന്റെ മുമ്പിൽ നീ ചെവി കൊടുക്കാതെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ കഴിയണം. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് സാജനും ചെങ്കടൽ കരയിൽ, പിന്നിൽ നിന്ന് ഫർവൂനും സൈന്യവും കുതിരക്കുളമ്പടി നാദത്തോടെ, ഇരുമ്പ് രഥങ്ങളുടെ മുഴക്കത്തോടെ വന്നുകൊണ്ടിരിക്കുക. മുമ്പോട്ട് നോക്കി ചെങ്കടൽ കിടക്കുന്നു. ഇടവും വലവും സ്ഥലമില്ല. പുറകോട്ട് ഫർവൂന് സൈന്യവും അടിപാതറിപ്പോകാതെ കാലുകള് സ്ഥിരം ആ ഗമനത്തെ ഉറപ്പിച്ച മോശയുടെ ഗമനത്തെ ദൈവം ഉറപ്പിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ ചെങ്കടന്മേൽ നീട്ട്. മോശ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ചെങ്കടന്മേൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടന് രണ്ടായി വിഭാഗിച്ച് ഒരു വലിയ ചിറ പോലെ, മതിൽക്കെട്ട് പോലെ നിർത്തി ഉണങ്ങിയ സ്ഥലത്തുകൂടെ ശ്രാജനത്തെ മറുകര കടത്തി. ശ്രാജനം മറുകര കടന്നപ്പോൾ ദൂതൻ, അല്ലെങ്കിൽ അവർ മുമ്പിൽ പോയ ദൂതൻ മുമ്പിൽ പോയ അത്യസം ദേവസ്വം പുറയിൽ വന്ന് മോശ അക്കരെ കടന്ന്, ജനം അക്കരെ കടന്ന മോശയുടെ കരപ്പെട്ട് ആ കയ്യിൽ വടിയെടുത്ത് ചെങ്കടലിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ഫർവൂന് സൈന്യം ചെങ്കടലിന് നടുവിൽ ഇറങ്ങി ആ കടലവരെ മൂടിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭാഗമൊക്കെ നമ്മൾ വായിച്ച് നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഞാനൂലുകളെ കണ്ട് നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ ഞാനൂലുകൾ തിന്നാമെ കുന്തളിക്കുന്നത് പോലെ ഒരുപാട് പേര് കുന്തളിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനെ കണ്ട് ഭയപ്പെടുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ യാത്ര മുന്നോട്ടാണ്, നിന്റെ ലക്ഷ്യം മുന്നോട്ടാണ്. നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. അമ്മോന്യരെ പെരിസിനെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന് ജയം കൊടുത്തതുപോലെ ചില ശത്രു സൈന്യത്തെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ നീക്കിക്കളഞ്ഞ് ഒരു കൂട്ടം ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന് നിന്നെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിന്നെ ശോധനയോടെ കടത്തി വരുമ്പോൾ അവിടെ നീ പ്രാർത്ഥനയോടെ എന്നെ നേരിട്ടുകൊണ്ട് ആ കർത്താവിന്റെ കരകൾ താഴ്ത്തി കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയുന്നത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയുന്ന ശക്തമായ ദൂതുകൾ, നീ അനുഭവിക്കുന്ന മനോവേദന നിനക്ക് താങ്ങുവാൻ കഴിയില്ല. നീ കേൾക്കുന്ന നിന്ന വാക്കുകൾ നിനക്ക് താങ്ങുവാൻ കഴിയുന്നില്ല. നിന്നോടുള്ള പരിഹാസങ്ങൾ കൊണ്ട് നീ മനസ്സ് മടുത്തു. മരിച്ച മതി എന്നുള്ള ചിന്തയോടുകൂടി നീ ഇരിക്കുകയാണ് ശ്രോതാവേ, സഹോദര സഹോദരി. മരണം കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടുവാനുള്ള, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം. പിന്നെയോ നിന്റെ വിജയത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നീ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. ഹല്ലേലൂയ. അതിനെ നീ ശ്രദ്ധിക്കണ്ട. വഴിയെ പോകുന്ന എല്ലാ നായുടെയും ചെവിക്ക് നമ്മൾ പിടിക്കരുത്. വഴിയെ പോകുന്ന എല്ലാ നായുടെയും ചെവിക്ക് പിടിച്ചാൽ ഒരുപക്ഷെ കടി കിട്ടും. അത് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ യാത്രമധ്യേ എന്റെ ആത്മീയ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കുരയ്ക്കുന്നവരെ നീ അതിന്റെ എല്ലാം ചെവിയെ പിടിക്കാൻ പോയാൽ അത് നിനക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് അവർ കുരയ്ക്കട്ടെ. നീ നിന്റെ ലക്ഷ്യം മുന്നോട്ടാണ്, നിന്റെ യാത്ര മുന്നോട്ടാണ്. ഏലിയാവേ, നിനക്ക് ദൂരയാത്രയുണ്ടെന്ന് ഏലിയാവിനോട് ദൈവം സംസാരിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഇബ്താഹിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നോക്കിയാലും അവനെ വീട്ടിൽ നിന്ന് പടിയടച്ച് വെണ്ണം വെച്ചതാണെങ്കിലും അമോര്യരെല്ലാം കൂടെ വന്നപ്പോൾ അവരെ ജയിപ്പാൻ ഇസ്രായേലിലെ ജനകന്മാർക്ക് കഴിഞ്ഞില്ല. അല്ലേ? പടിയടച്ച് വെണ്ണം വെച്ച് ഇറക്കി വിട്ടവനെ വിളിച്ചുകൊണ്ടുവന്ന അവനെ ഇസ്രായേലിന്റെ സേനാധിപതിയും ഹല്ലേലൂയ നായകനുമാക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും. നിന്റെ സങ്കടങ്ങൾ കാണുന്ന ദൈവമാണ്, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ലേറിയ നാം വായിച്ച വചനം എന്താണ്? അങ്ങനെ ഇബ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരുടെ കൂടെ പോയി. ജനം അവനെ അലിയെ തലവനും സേനാധിപതിയുമാക്കി. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ദൈവത്തിനൊരു മനസ്സിനെ തോന്നി. പിന്നെ ഇസ്രായേലിന്റെ ന്യായാധിപനായി ദൈവം ഇബ്താഹിനെ ഉപയോഗിച്ചതുപോലെ ദൈവം തന്നെ ഉപയോഗിക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും അങ്ങയുടെ പൊന്നു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. ഇബ്താഹിനെ പോലെ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെടേണ്ടി വന്നാലും അതിന്റെ നടുവിൽ മാനിച്ചുയർന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയല്ലേ. ആമേ കർത്താവേ, അമ്മൂരിയുടെ കയ്യിൽ വെടിവെക്കുവാൻ ഇബ്താഹിനെ നീ ഉപയോഗിച്ചു. മണ്ണിന്റെ കയ്യിൽ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് വെടിവെക്കുവാൻ ദാവീദിനെ ഉപയോഗിച്ചതുപോലെ ഈ നാടുകളിൽ വേദനയുടെ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ കർത്താവേ ജനത്തെ ഒരുക്കണമേ, ജനത്തെ ശക്തീകരിക്കണമേ. പുത്തൻ അഭിഷേകത്തോടെ പുത്തൻ കൃപയോടെ ജനത്തെ നിറയ്ക്കാട്ടെ. പരിഹാസങ്ങളിൽ നിന്നുള്ള അപമാനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ജയിപ്പോളം ദൈവകൃപയെ ജനത്തിനെ കൊടുക്കണമേ. സകലത്തിന്മേൽ ദൈവത്തിന് നീതിയുള്ള കരം വെളിപ്പെടുത്തിയാട്ട്. ലോകമെമ്പാടുമുള്ള ദൈവജനത്തെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് അപമാനങ്ങൾ പരിഹാസങ്ങൾ നൽകി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ അടിപതറി പോകാതെ വിശ്വാസത്തോടെ ഉറച്ചു മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ജനത്തെ ഒരുക്കണമേ. സകലത്തെ പേര് ദൈവനീതി വെളിപ്പെടുത്തിയാട്ട്. സകല കൃപയും വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.